മറ്റു വാർത്തയിലേക്ക് പോയാൽ മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. കെജ്രിവാളിന് നിർണായകമായ ഒരു ദിവസമായി ഇന്ന് മാറുകയാണ്. ജാമ്യം അനുവദിച്ച ഉത്തരവ് താൽക്കാലികമായി സ്റ്റേ ചെയ്ത ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് കെജ്രിവാൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. കേസിൽ ഇന്നലെ ഡൽഹി ഹൈക്കോടതി കെജ്രിവാളിന് ജാമ്യം നൽകുന്നത് സ്റ്റേ ചെയ്തിരുന്നു. ജാമ്യത്തിന് താൽക്കാലിക സ്റ്റേ അനുവദിച്ചതിനെ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം വിമർശിച്ച പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. സ്റ്റേ ഹർജികൾ ഉടൻ തന്നെ തീർപ്പാക്കുകയാണ് വേണ്ടതെന്നും അത് നീട്ടിവെക്കുന്നത് ശരിയല്ലെന്നുമായിരുന്നു സുപ്രീം കോടതി പറഞ്ഞത്. കേസിൽ ഇന്ന് സുപ്രീം കോടതി വാദം കേൾക്കും. ഇയാർ ഇന്നലെ CBI അറസ്റ്റ് ചെയ്തിരുന്നു. തിഹാർ ജയിലിലെത്തി കെജ്രിവാളിനെ. അതും കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് നമ്മൾ കരുതേണ്ടത്? സുപ്രീം കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ പരാമർശം, വിമർശനമൊക്കെ എന്തെങ്കിലും തരത്തിൽ കെജ്രിവാളിന് സഹായകരമാകുമെന്ന് കരുതാമോ? രഞ്ജിത്ത്, ഇന്നലെയാണ് ഡൽഹി ഹൈക്കോടതി കെജ്രിവാളിന് ജാമ്യം നിഷേധിച്ചത്. ഇതിന് പിന്നാലെയാണ് അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്തത്. അറസ്റ്റിലേക്ക് കടന്നിട്ടില്ല, അത്തരമൊരു സ്ഥിരീകരണം ഏതായാലും ഉണ്ടായിട്ടില്ല അറസ്റ്റ് നടപടിയിൽ. പക്ഷെ അത്തരമൊരു നീക്കം ഏതായാലും CBIയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണമായി ആം ആദ്മി പാർട്ടി നേതാക്കൾ ആരോപിക്കുന്നത് സുപ്രീം കോടതി ഇന്ന് ഹർജി പരിഗണിക്കാനിരിക്കുകയാണ് CBIയുടെ ഈ നടപടി എന്നുള്ളതാണ്. അതായത് CBI ഇത്തരമൊരു നീക്കം നടത്തിയത് സുപ്രീം കോടതി ജാമ്യം അനുവദിക്കുമെന്ന് 100% ഉറപ്പുള്ളത് കൊണ്ടാണ് എന്ന് ഇപ്പോൾ ആം ആദ്മി പാർട്ടി നേതാക്കൾ ആരോപിക്കുകയും ചെയ്യുന്നു. അതായത് നേരത്തെ ഹൈക്കോടതിയാണ് വിചാരണ കോടതി നൽകിയ ജാമ്യം താൽക്കാലികമായി സ്റ്റേ ചെയ്തത്. അപ്പോൾ അന്ന് തന്നെ തൊട്ടു പിന്നാലെ തന്നെ അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതി സമീപിച്ചപ്പോൾ സുപ്രീം കോടതി ഹൈക്കോടതിയുടെ നടപടികളിൽ പിഴവുകളുണ്ട് എന്ന വിമർശനം ഉന്നയിച്ചിരുന്നു. മാത്രവുമല്ല, ഹൈക്കോടതി ഇനി എന്ത് നിലപാട് സ്വീകരിക്കുന്നു അനുസരിച്ച് അതിനുശേഷം ഒരു തീരുമാനമെടുക്കാമെന്നും സുപ്രീം കോടതി പറഞ്ഞിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് കെജ്രിവാളിന് നിർണായകമാണ് എന്ന് മാത്രമല്ല, സുപ്രീം കോടതിയിൽ നിന്ന് ഹൈക്കോടതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായാൽ അത് അന്വേഷണ സംഘത്തിനടക്കം വലിയ തിരിച്ചടിയാവുകയും ചെയ്യും. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഏതായാലും ആം ആദ്മി പാർട്ടി ഇത്തരമൊരു നിലപാടിലേക്ക് എത്തിയിട്ടുള്ളത്. അതായത് സുപ്രീം കോടതി ജാമ്യം നൽകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത്തരമൊരു നീക്കം നടത്തുന്നത് എന്ന വാദം ഏതായാലും ആം ആദ്മി പാർട്ടി നേതാക്കൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ മദ്യനയ കേസിൽ കെജ്രിവാളിനെ ഏറ്റവും ആദ്യം ചോദ്യം ചെയ്ത് CBI ആയിരുന്നു, ED ആയിരുന്നില്ല. പക്ഷേ കെജ്രിവാളിന്റെ അറസ്റ്റ് ഉണ്ടായത് ED കേസിലാണ്. ഇപ്പോൾ CBI കൂടി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം, അതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും ഇന്നേതായാലും സുപ്രീം കോടതി എങ്ങനെയാണ് ഈ നിർണായകമാകുന്നത്? കാരണം EDയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തിഹാർ ജയിലിലുള്ളത് കെജ്രിവാൾ. ഇന്നലെയൊക്കെ മാധ്യമങ്ങളിൽ വന്ന വാർത്ത അനുസരിച്ച് CBI തിഹാർ ജയിലിലെത്തി അറസ്റ്റ് ചെയ്തു എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചോദ്യം ചെയ്തത് മാത്രമാണ്. അറസ്റ്റിലേക്ക് CBI കൂടി കടന്നാൽ ഉടൻ തന്നെ ജയിലിനെ പുറത്തേക്ക് വരിക, സ്വതന്ത്രനാകുക എന്ന കെജ്രിവാളിന്റെ ശ്രമത്തിന് വലിയ തിരിച്ചടിയാവില്ലേ അത് തന്നെയാണ് രഞ്ജിത്ത് ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്നത്. അതായത് ED കേസിലാണ് നിലവിൽ കെജ്രിവാൾ തിഹാർ ജയിലിൽ കഴിയുന്നത്. പക്ഷേ സുപ്രീം കോടതി ഇന്ന് ജാമ്യം അനുവദിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് അവർ പറയുന്നു. അതിനവർ കാരണമായി പറയുന്നത് കഴിഞ്ഞ ദിവസം കേസിൽ വാദം നടക്കുമ്പോൾ കോടതി നടത്തിയ പരാമർശങ്ങളാണ്. അതായത് ജാമ്യം നിഷേധിച്ച അല്ലെങ്കിൽ കീഴ്ക്കോടതിയുടെ ജാമ്യം താൽക്കാലികമായി സ്റ്റേ ചെയ്ത നടപടിക്കെതിരെ പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ കെജ്രിവാളിന് അനുകൂലമായൊരു നീക്കം അന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായതാണ്. പക്ഷേ ഹൈക്കോടതി അന്ന് വിധി പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കേസ് പരിഗണിക്കുന്നത് മാറ്റിവെക്കുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് ആം ആദ്മി പാർട്ടി നേതാക്കൾ പറയുന്നത്. പക്ഷേ അങ്ങനെ ജാമ്യം കിട്ടാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ CBI കൂടി രംഗത്തിറക്കുന്നത്. അത് അന്വേഷണ ഏജൻസികളെ BJP രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന വാദം ഏതായാലും ആം ആദ്മി പാർട്ടി ഉന്നയിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ജാമ്യം കിട്ടാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ CBI കൂടി രംഗത്തിറക്കിക്കൊണ്ട് കെജ്രിവാളിനെ തിഹാർ ജയിലിലെത്തി ചോദ്യം ചെയ്താക്കുന്ന അല്ലെങ്കിൽ അത്തരം നടപടികളിലേക്ക് കടന്നത്. അങ്ങനെ ഏതായാലും ഇപ്പോൾ CBI കെജ്രിവാളിനെ അറസ്റ്റിനായുള്ള ഇപ്പോൾ നടപടിക്രമങ്ങൾ തുടങ്ങി എന്ന സൂചനകൾ ലഭിക്കുന്നത്. അറസ്റ്റ് ഉണ്ടായി എന്ന വാർത്തകൾ ഉണ്ടെങ്കിൽ പോലും അറസ്റ്റിലേക്ക് കടന്നിട്ടില്ല. അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഏതായാലും CBIയും ആരംഭിച്ചിരിക്കുന്നത്. രാകേഷാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്.